പ്രതിഷേധത്തിന്റെ മഹായമുനയായി പാർലമെന്റ് മാർച്ച്. സ്വതന്ത്ര ഭാരതം 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു പുതിയ പ്രഭാതം വിടരുമെന്ന് ഈ രാജ്യത്തിന്റെ ദരിദ്രക്കൊടികൾ സ്വപ്നം കണ്ടു. എന്നാൽ ഇന്നും പട്ടിണി പാവങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ഭാരതമായി ഈ രാജ്യം തുടരുന്നു. വിദ്യാരാഹിത്യത്തിന്റെ കനത്ത ഇരുൾ മൂടിയ ഭാരതം, തൊഴിൽ രഹിതന്റെ നെടുവീർപ്പുകളിൽ പിടയുന്ന ഭാരതം, അടിമുടിയുള്ള അധപ്പതനത്തിന്റെ അപമാനമുദ്രയും പേറി ഭാരതം ഇന്നും ലോകത്തിനു മുമ്പിൽ ശിരസ്സു താഴ്ത്തി നിൽക്കുന്നു. ജനകോടികളെ ഈ ദുരിത നരകത്തിലാഴ്ത്തിയത് 6 പതിറ്റാണ്ടായി ഇവിടെ നിലനിൽക്കുന്ന നിന്ദ്യവും ദയാരഹിതവുമായ മുതലാളിത്ത ചൂഷണമാണ്. മുതലാളിത്ത ചൂഷണത്തിന്റെ തീക്ഷ്ണത 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ കടന്നുവന്നു. 2 പതിറ്റാണ്ടായി തുടരുന്ന ഈ നയങ്ങൾ ജനങ്ങളെന്ന പദത്തെ ഭരണാധികാരികളുടെ പുസ്തകത്തിൽ നിന്നും നിശേഷം തുടച്ചുമാറ്റി. സ്വകാര്യ മൂലധനം സർവശക്തനായി. ക്രിമിനൽ മൂലധനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ മാത്രമായി ഭരണം മാറി. കുത്തക മുതലാളിമാരുടെ സമ്പാദ്യങ്ങൾ അവിശ്വസനീയമാവണ്ണം കണക്കറ്റു പെരുകി. ദേശീയ ആസ്തിയായ പ്രകൃതി വിഭവങ്ങളെല്ലാം സ്വകാര്യ കുത്തകകൾക്ക് ഇഷ്ടദാനമായി നൽകി. ഭൂമിയും വെള്ളവും വനവും ധാതു നിക്ഷേപങ്ങളും പ്രകൃതിവാതകങ്ങളും എണ്ണഖനികളും ദേശീയപാതകളും എല്ലാം അവരുടേതായി മാറി. കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും കിടപ്പാടങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടു. വിശന്ന് കായുന്ന വയറുമായി അന്തിയുറങ്ങാൻ പോകുന്ന 40 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് റേഷൻ ഇല്ലാതെയാക്കി. കടക്കണിയിലകപ്പെട്ട് 2 ലക്ഷം കർഷകർ ജീവനൊടുക്കി. വിദ്യാഭ്യാസവും ആരോഗ്യവും പുതിയ നിക്ഷേപ മേഖലകളായപ്പോൾ പാവപ്പെട്ടവന് അവ കയ്യെത്താ ദൂരത്തായി. വിലക്കയറ്റമെന്ന മൂർച്ചയേറിയ ആയുധം സാധാരണ ജനങ്ങളുടെ ശിരസ് പിളർക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവപ്പെട്ടവന്റെ കൂരകളിൽ അന്തിത്തിരിക്ക് മണ്ണെണ്ണ പോലും ഇല്ലാതെയായി. ചില്ലറ വ്യാപാര മേഖല സ്വകാര്യ കൂറ്റൻ കുത്തകകൾക്ക് തുറന്നുകൊടുത്ത് 5 കോടിയോളം വരുന്ന ചില്ലറ വ്യാപാരികളെ തെരുവിലെറിയുന്നു. വിപണിയെ വരുതിയിലാക്കിയ മുതലാളിമാർ വീണ്ടും വിലയെ വാനോളം ഉയർത്തുന്നു. പെൻഷൻ ഇല്ലാതെയാകുന്നു. തൊഴിലാളികൾ വിയർപ്പൊഴുക്കി സൃഷ്ടിച്ച പെൻഷൻ ഫണ്ട് ഓഹരി കമ്പോളത്തിൽ സ്വകാര്യ മുതലാളിമാർക്ക് ചൂതാട്ടം നടത്തുവാനായി വിട്ടുകൊടുക്കുന്നു. തൊഴിലവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലയിൽ 12-14 മണിക്കൂർ വരെ കഠിനാധ്വാനം ചെയ്യാൻ തൊഴിലാളികൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെ പാപ്പരാക്കുകയും കുത്തകകളെ വാനോളം ഉയർത്തുകയും ചെയ്യുന്ന ഈ നയങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും ജനകീയ മുന്നേറ്റങ്ങൾ നടക്കുകയാണ്. ജനാധിപത്യ സമര ചരിത്രത്തിൽ ഇതിഹാസം രചിച്ച നന്ദിഗ്രാം സിംഗൂർ ജനകീയ പ്രക്ഷോഭം, പാവപ്പെട്ടവന്റെ ഭൂമി പിടിച്ചെടുത്ത് മുതലാളിമാർക്ക് ദാനം നൽകുന്ന നയങ്ങൾക്കെതിരെ ഒറീസയിലെ കലിംഗ നഗറിൽ, മുംബൈയിൽ, നോയിഡയിൽ, ചില്ലറ വിൽപ്പന മേഖലയിൽ സ്വകാര്യ കുത്തകകളെ കുടിയിരുത്തുന്നതിനെതിരായി രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ്, വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തിനെതിരെ വിദ്യാർത്ഥികൾ പടുത്തുയർത്തുന്ന പ്രക്ഷോഭങ്ങൾ, സ്ത്രീത്വത്തെ വിൽപ്പന വസ്തുവാക്കുന്ന നയങ്ങൾക്കെതിരെ ആത്മാഭിമാനത്തോടെ സ്ത്രീകൾ നയിക്കുന്ന മുന്നേറ്റം, അഴിമതിക്കെതിരെ ഭാരതത്തിന്റെ തെരുവുകളിൽ ജനലക്ഷങ്ങൾ അണിതീർത്ത സമരം. ഇവിടെ കേരളത്തിൽ കരിമണൽ ഖനനത്തിനെതിരെ, മൂലംപിള്ളിയിലും വിഴിഞ്ഞത്തും കുടിയിറക്കലിനെതിരെ, ദേശീയപാത സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കുന്നതിനെതിരെ, സാംസ്കാരിക തകർച്ച സൃഷ്ടിക്കുന്ന നയങ്ങൾക്കെതിരെ ജനങ്ങൾ ജനാധിപത്യ സമരമുഖങ്ങളിലാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഒരേ ഒരു വിമോചന പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ SUCI കമ്മ്യൂണിസ്റ്റ് സജീവ നേതൃത്വമായി, സക്രിയമായ പങ്കാളിത്തമായി, അടിയുറച്ച പിന്തുണയായി ഈ ജനാധിപത്യ സമരമുഖങ്ങളിലെല്ലാം നിലകൊള്ളുന്നു. സ്വന്തം സമര സംഘടനകളിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ കോർത്തിണക്കി
ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ഒരു മഹാപ്രവാഹം സൃഷ്ടിക്കുകയാണ് വർത്തമാന നിമിഷത്തിന്റെ അടിയന്തര കടമ. ഈ കടമ ചുമലിലേറ്റിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ ജനകീയ സമരശക്തിയായ SUCI ഐതിഹാസികമായ ഒരു ദേശീയ പ്രക്ഷോഭത്തിന് ആഹ്വാനമുയർത്തി. വിലക്കയറ്റത്തിനും അഴിമതിക്കും തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾക്കുമെതിരെ 2012 മാർച്ച് 14 പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാനായി ഭാരത കോടികളുടെ മുമ്പിൽ SUCI ആഹ്വാനമുയർത്തി. ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ബംഗാളിന്റെ കിഴക്കൻ തീരം വരെ, ഉത്തരാഞ്ചൽ മുതൽ കന്യാകുമാരി വരെ ഈ ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കുവാനായി കർമ്മനിരതരായി. ജീവൽ പ്രധാനങ്ങളായ 9 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള ഭീമഹർജിയിലേക്ക് ഒപ്പ് ശേഖരിക്കാനായി 10,000-കണക്കിന് സമരഭടന്മാർ വിശ്രമരഹിതമായി പ്രവർത്തിച്ചു. നാൽക്കവലകളിൽ, നഗരങ്ങളിൽ, പണിശാലകളിൽ, സർവകലാശാലകളിൽ ആയിരക്കണക്കിന് ഒപ്പുശേഖരണ ബൂത്തുകൾ സ്ഥാപിച്ചു. രാജ്യമെമ്പാടുമായി 3,57,00,000 ഒപ്പുകൾ ശേഖരിക്കപ്പെട്ടു. ആകെ ജനസംഖ്യയിൽ 37 പേരിൽ ഒരാൾ ഈ സമരപ്രചാരണ യജ്ഞത്തിൽ കണ്ണിചേർക്കപ്പെട്ടു. എണ്ണമറ്റ ജനകീയ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ പാർലമെന്റ് മാർച്ചിന്റെ സന്ദേശം കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പകർന്നു. ചുവരെഴുത്തുകൾ, പോസ്റ്ററുകൾ, പദയാത്രകൾ, പ്രചാരണ ജാഥകൾ, തെരുവു നാടകങ്ങൾ. പാർലമെന്റ് മാർച്ചിന്റെ വിപുലമായ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വൻകിട മാധ്യമങ്ങൾ ബോധപൂർവമായ മൗനം പാലിച്ചു. കേരളത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് CK ലൂക്കോസ് നയിച്ച 32 ദിവസം നീണ്ടുനിന്ന സമരാഹ്വാന ജാഥ കാസർഗോഡ് നിന്ന് ജനുവരി 23 ആരംഭിച്ച് ഫെബ്രുവരി 25 തിരുവനന്തപുരത്ത് സമാപിച്ചു. സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി ജനങ്ങൾ സ്വന്തം മുൻകൈയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ശ്രദ്ധേയമായ ജനകീയ പോരാട്ടങ്ങളുടെ നായകന്മാർ, പ്രവർത്തകർ സമരാഹ്വാന ജാഥയെ സംസ്ഥാനമെമ്പാടും ആവേശപൂർവ്വം സ്വീകരിച്ചു. In the dais, comrades and friends, തിരുവനന്തപുരത്തെ സമാപന സമ്മേളനം പാർട്ടിയുടെ സർവാദരണീയനായ ജനറൽ സെക്രട്ടറി സഖാവ് പ്രവാഷ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. by attending this unique program, ജനകീയ സമരവേദികളിലെ സജീവമായ നേതൃത്വമായ ഡോക്ടർ N.A. കരീം, തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് സഖാവ് KP കോസല രാംദാസ്, ഇടതു പുരോഗമന പ്രവർത്തനങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായ K. ഭാസ്കരൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. സമരാഹ്വാന ജാഥയിൽ നേർക്കാഴ്ചകളെന്ന തെരുവ് നാടകം 10,000-കണക്കിന് ജനഹൃദയങ്ങളെ സ്വാധീനിച്ചു. മാർച്ച് 14 സമാഗതമായി. ഭാരത സമര ചരിത്രം രേഖപ്പെടുത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദിനം മാർച്ച് 14. ഐതിഹാസികമായ മാർച്ച് 14നായി ദില്ലി നഗരം ഒരുങ്ങി. രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിച്ച ചരിത്ര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദില്ലിയുടെ മണ്ണ്. ദില്ലിയിലേക്ക് നേതാജി ഉയർത്തിയ ഈ ചരിത്ര പ്രസിദ്ധമായ മുദ്രാവാക്യം എല്ലാ കാലത്തും പ്രക്ഷോഭകാരികളുടെ മുദ്രാവാക്യമായിരിക്കും.
INA വിചാരണയുടെ നാളുകളിൽ ദില്ലി നഗരവീഥികളിൽ അണിനിരന്ന ലക്ഷങ്ങളാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിജയതിലകമണിയിച്ചത്. വരും നാളുകളിലും ഭാരത ജനത അവരുടെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാവി രചിക്കുന്നതും ദില്ലി നഗരവീഥികളിലായിരിക്കുമെന്ന് മാർച്ച് 14 തെളിയിച്ചു. മാർച്ച് 12 രാംലീല മൈതാനം നിറഞ്ഞു നിന്ന പടുകൂറ്റൻ പന്തലൊരുങ്ങി. മാർച്ച് 12 രാത്രി മുതൽ തന്നെ രാജ്യത്തിന്റെ വിദൂര കോണുകളിൽ നിന്നായി സമരഭടന്മാർ രാംലീലയിലെ ക്യാമ്പിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി. വിവരണാതീതമായ ക്ലേശങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടാണ് മാർച്ചിൽ പങ്കെടുക്കുവാനായി രാജ്യത്തിന്റെ വിദൂര കോണുകളിൽ നിന്നായി സഖാക്കൾ എത്തിച്ചേർന്നത്. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ ട്രെയിനുകളിൽ നിന്നുതിരിയാൻ ഇടമില്ലായിരുന്നു. രാംലീല മൈതാനത്ത് കെട്ടിയുയർത്തിയിരുന്ന പടുകൂറ്റൻ പന്തലിന്റെ 70% 12 രാത്രിയിൽ പെയ്ത അതിശക്തമായ പേമാരിയിൽ തകർന്നു വീണു. തറയിൽ വിരിച്ചിരുന്ന ഡെറികളും വിരികളും മഴവെള്ളത്തിൽ കുതിർന്നു. ക്യാമ്പിൽ ആദ്യം എത്തിച്ചേർന്ന നൂറുകണക്കിന് സമരഭടന്മാരുടെ വസ്ത്രങ്ങളും ലഗേജുകളും നനഞ്ഞു കുതിർന്നു. പന്തൽ തകർന്നതിനാൽ സ്പെഷ്യൽ ട്രെയിനുകളിലെത്തിയ സഖാക്കളോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിച്ചുകൂട്ടുവാൻ പാർട്ടി നിർദ്ദേശിച്ചു. ക്ലേശപൂർണമായ 2 ദിവസത്തെ തീവണ്ടി യാത്രയ്ക്ക് ശേഷവും സഖാക്കൾക്ക് ക്യാമ്പിലെത്തി ഭക്ഷണം കഴിക്കുവാനോ വിശ്രമിക്കുവാനോ പോലും ആയില്ല. 13 പകൽ കൊണ്ട് ഏതാണ്ട് പന്തൽ പൂർണ്ണമായും പുനർനിർമ്മിച്ചു. നൂറുകണക്കിന് വോളണ്ടിയർമാരുടെ കഠിനാധ്വാനം കൊണ്ട് തറ കിടക്കുവാൻ യോഗ്യമാക്കി. എന്നാൽ ഈ കഷ്ടപ്പാടുകൾ ആരിലും കണിക മാത്ര പോലും പരിഭവമോ പരാതിയോ സൃഷ്ടിച്ചില്ല. തികഞ്ഞ വിപ്ലവ ലക്ഷ്യബോധത്തോടെ പ്രതിസന്ധികളെ നേരിട്ട തൊഴിലാളികളും ദരിദ്രരുമായ 10,000ങ്ങളുടെ നിശ്ചയദാർഢ്യവും അച്ചടക്കവും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. 13 രാത്രിയോടെ ന്യൂഡൽഹി, ഓൾഡ് ഡൽഹി, നിസാമുദ്ദീൻ തുടങ്ങിയ സ്റ്റേഷനുകൾ മാർച്ചിനെത്തിയ 10,000കണക്കിന് സഖാക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. രാത്രിയിലുടനീളം ജനങ്ങൾ രാംലീലയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. മാർച്ച് 14 പുലർന്നപ്പോൾ ക്യാമ്പ് മൺതരി താഴെ വീഴാനാവാത്ത വിധം നിറഞ്ഞു കവിഞ്ഞു. മാർച്ച് 14 ലോക തൊഴിലാളി വർഗത്തിന്റെ ഗുരുനാഥൻ കാറൽ മാർക്സിന്റെ 129ാമത് ചരമവാർഷിക ദിനം. രാംലീല മൈതാനിയിലെ സ്റ്റേജിൽ കാറൽ മാർക്സിന്റെ പടുകൂറ്റൻ ചിത്രം സ്ഥാപിച്ചിരുന്നു. SUCIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് പ്രവാഷ് ഘോഷും ഇതര പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കാറൽ മാർക്സിന്റെ ചിത്രത്തിന് മുൻപിൽ ശിരസുയർത്തി നിന്നു. ഭാരതത്തിന്റെ മണ്ണിലെ അർഹരായ ശിഷ്യന്മാർ. തൊഴിലാളി വർഗ സാർവദേശീയതയുടെ വൈകാരികത ത്രസിച്ചു നിന്ന അന്തരീക്ഷത്തിൽ തൊഴിലാളി വർഗത്തിന്റെ അഗ്രിമാചാര്യന്റെ സ്മരണയ്ക്ക് മുൻപിൽ സഖാവ് പ്രവാഷ് ഘോഷ് പുഷ്പങ്ങൾ അർപ്പിച്ചു. തുടർന്ന് മറ്റ് നേതാക്കളും. കാറൽ മാർക്സിനെ അനുസ്മരിച്ചുകൊണ്ട് സഖാവ് മണിക് മുഖർജി ഹ്രസ്വമെങ്കിലും സാരഗർഭമായ പ്രസംഗം നടത്തി.
ഐതിഹാസികമായ പാർലമെന്റ് മാർച്ചിന് തുടക്കമായി. ഏറ്റവും മുമ്പിൽ മാർച്ച് വിളംബരം ചെയ്തുകൊണ്ടുള്ള ബാനർ. അതിന് പുറകിലായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് പ്രവാഷ് ഘോഷും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും. തൊട്ടുപിറകിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വിവിധ സംസ്ഥാന സെക്രട്ടറിമാരും. അതിനു തൊട്ടുപിറകിലായി രാജ്യമെമ്പാടുമായി ശേഖരിച്ച 3,57,00,000 ഉപ്പുകൾ നിറച്ച വലിയ ട്രക്ക്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഒരേ ഒരു മോചന പ്രസ്ഥാനമായ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 64 വർഷത്തെ അചഞ്ചലമായ പോരാട്ടത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചെങ്കൊടി നെഞ്ചോട് ചേർത്തുപിടിച്ച് 64 വോളണ്ടിയർമാരുടെ ദിളം. അതിന് പിറകിൽ ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ ബാനറിന് പിറകിലായി 100 കണക്കിന് സഖാക്കൾ. പ്രകടനം 8 വരിയായാണ് നീങ്ങിയത്. തുടർന്ന് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സിക്കിം, മണിപ്പൂർ, മേഘാലയ, അസാം, ത്രിപുര, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഹരിയാന എന്നിങ്ങനെയുള്ള ക്രമത്തിൽ പ്രവർത്തകരും ജനങ്ങളും അണിനിരന്നു. രാംലീല മൈതാനത്ത് നിന്ന് പുറപ്പെട്ട പടുകൂറ്റൻ മാർച്ച് രൺസിംഗ് മാർഗ്, ബരക്കമ്പ റോഡ് ക്രോസിംഗ്, ടോൾസ്റ്റോയ് മാർഗ്, ജന്തർ മന്ദർ വഴി പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചു. പ്രകടനത്തിന്റെ മുൻനിര പാർലമെന്റ് സ്ട്രീറ്റിലെത്തി 1 മണിക്കൂറും 50 മിനിറ്റും പിന്നിട്ടതിന് ശേഷമാണ് പ്രകടനത്തിന്റെ അവസാന നിരയിലുണ്ടായിരുന്ന ഹരിയാനയിലെ സഖാക്കൾ എത്തിച്ചേർന്നത്. പാർലമെന്റിന്റെ വീഥികൾ അലറുന്ന അലകടലായി. പാർലമെന്റ് സ്ട്രീറ്റിൽ നടന്ന പ്രതിഷേധ മഹായോഗത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് കൃഷ്ണ ചക്രവർത്തി അധ്യക്ഷത വഹിച്ചു.
should grow faster, stronger, and that can develop only with the cultivation of the thoughts of Marx, Engels, Lenin. ഇന്ത്യയെ ഒന്നാകെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ദില്ലിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മഹാസഞ്ചയം വരാനിരിക്കുന്ന പ്രക്ഷോഭ കൊടുങ്കാറ്റിന്റെ തുടക്കമാണെന്ന് സഖാവ് കൃഷ്ണ ചക്രവർത്തി പ്രഖ്യാപിച്ചു. झूठा वामपंथी ज्यादा दिन तक रूल नहीं कर सकते. ये भगवान हो आम जनता आखिर तक शाही कम्युनिस्ट फोर्सेस को क्रांतिकारी. സമീപ നാളുകളിൽ ദില്ലി നഗരം കണ്ട ഏറ്റവും വലിയ ഇടതുപക്ഷ റാലിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് പ്രഭാഷ് ഘോഷ് മുഖ്യപ്രസംഗം നടത്തി. എണ്ണമറ്റ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പാർലമെന്റ് മാർച്ച് ഒരു ഐതിഹാസിക വിജയമാക്കി മാറ്റിയ സഖാക്കളെയും സാധാരണ ജനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മാർക്സിസം, ലെനിനിസം, സഖാവ് ശിവദാസ് ഘോഷ് ചിന്തകളുടെ വെളിച്ചത്തിൽ രാജ്യമെമ്പാടും ശക്തമായ ജനാധിപത്യ ബഹുജന പ്രക്ഷോഭണം വളർത്തിയെടുക്കാൻ അക്ഷീണം ശ്രമിക്കുന്ന പാർട്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം SUCI കമ്മ്യൂണിസ്റ്റ് മാത്രമാണ്. അത്തരം ജനകീയ പ്രക്ഷോഭണങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ അടിയന്തര ആവശ്യകത. ശരിയായ നേതൃത്വവും ശരിയായ അടിസ്ഥാന രാഷ്ട്രീയ ലൈനുമാണ് ഏതൊരു സമരത്തിന്റെയും വിജയത്തിന്റെ അവശ്യ മുന്നുപാധിയെന്ന് സഖാവ് പ്രഭാഷ് ഘോഷ് അടിവരയിട്ട് പറഞ്ഞു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ കെ രാധാകൃഷ്ണ, CK ലൂക്കോസ്, SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ഡോക്ടർ തരുൺ മണ്ഡൽ എന്നിവരുടെ നേതൃത്വത്തിൽ 9 ഡിമാൻഡുകളടങ്ങുന്ന 3,57,00,000 ജനങ്ങൾ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. വിലക്കയറ്റം തടയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് പിൻവലിക്കുക, അഴിമതി തുടച്ചു നീക്കുക, കർഷകദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക, ചില്ലറ വ്യാപാര മേഖല കുത്തകകൾക്ക് തീരെഴുതരുത്, വിദ്യാഭ്യാസ മേഖലയുടെ കച്ചവടവൽക്കരണം അവസാനിപ്പിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക തുടങ്ങിയ ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ടാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചത്. തൊഴിലാളി വർഗത്തിന്റെ സാർവദേശീയ ഗാനം പാർലമെന്റിന്റെ വീഥികളിൽ മുഴങ്ങി. പട്ടിണിയുടെ തടവുകാരെ ഉണരൂ, ഭൂമിയിലെ അപമാനിതരെ ശിരസുയർത്തൂ. ഭാരതത്തിന്റെ സമസ്ത കോണുകളിൽ നിന്നായി ഒഴുകിയെത്തിയ 10,000-കണക്കിന് സമര സൈനികർ ശിരസുയർത്തി നെഞ്ചു വിരിച്ച് നിലകൊണ്ടു. ഭരണകൂടത്തിന്റെ കുടിലതയുടെ നയങ്ങൾക്കിരയായി ജീവനൊടുക്കിയ 2 ലക്ഷം കർഷകരുടെ സ്മരണയെ മുൻനിർത്തി അവർ പ്രതിജ്ഞ ചെയ്തു. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും ധീരരക്തസാക്ഷികളുടെ ജീവത്യാഗത്തെ സാക്ഷി നിർത്തി അവർ പ്രതിജ്ഞ ചെയ്തു. ക്രൂരതയുടെയും ചൂഷണത്തിൻ്റെയും പര്യായമായി മാറിയ മുതലാളിത്ത ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ഈ യുദ്ധം തുടരും. പാവപ്പെട്ടവന്റെ പള്ളിക്കൂടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, സാധാരണക്കാരൻ്റെ കിടപ്പാടവും ഈറപ്പായും പിടിച്ചെടുക്കുന്ന, ജീവരക്തം കൊടുത്ത് നേടിയെടുത്ത തൊഴിലവകാശങ്ങളെ ശിരച്ഛേദം ചെയ്യുന്ന മുതലാളിത്ത ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ അചഞ്ചലമായ പോരാട്ടം തുടരുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മാർച്ച് സൃഷ്ടിച്ച ആവേശവും ആത്മവിശ്വാസവും രാജ്യത്തിന്റെ സമസ്ത കോണുകളിലേക്കും പ്രക്ഷോഭാഗ്നിയായി പടരുക തന്നെ ചെയ്യും.